ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രഭാത വന്ദനം. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ 16-ന്റെ അവസാനവും 17-ന്റെ തുടക്കത്തിലും ഇങ്ങനെ വായിക്കുന്നു: ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ആടുമാടുകൾ നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. അത്യത്ഭുതകരമായ ഒരു പ്രവചന ശബ്ദം ഇവിടെ നമുക്ക് പ്രവാചകനിൽ കൂടി, ഏലീശ പ്രവാചകനിൽ കൂടെ കേൾക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. മോവാബ് രാജാവിനോട് യുദ്ധത്തിന് പോകുവാൻ ആഹാബിന്റെ മകനായ യഹോരാം രാജാവ് തീരുമാനിച്ചപ്പോൾ കൂട്ടിനു വേണ്ടി യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ സഹായം ആവശ്യപ്പെട്ടു. അങ്ങനെ യഹോശാഫാത്തും ഏദോം രാജാവും ഇസ്രായേൽ രാജാവും കൂടെ യുദ്ധത്തിന് പോവുകയാണ്. അസംഖ്യമായ പടയാളികളുമായിട്ടാണ് പോകുന്നത് യുദ്ധത്തിന്. മരുഭൂമിയിൽ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് അലഞ്ഞു തിരിയുകയാണ്. മരുഭൂമിയിൽ വഴി തെറ്റി ചുറ്റിത്തിരിയുന്ന സമയത്ത് വെള്ളം തീർന്നുപോയി. പടയാളികളുടെ കയ്യിലുള്ള, പട്ടാളക്കാരുടെ കയ്യിലുള്ള വെള്ളമൊക്കെ തീർന്നു പോകാൻ തക്കൊണ്ട് അവരുടെ കണക്കൂട്ടലുകൾ തെറ്റി. കയ്യിലിരുന്നത് തീർന്നു കഴിഞ്ഞപ്പോൾ വെപ്രാളമായി. അപ്പോഴാണ് വെള്ളത്തിന് വേണ്ടി ഇനി എന്താ ചെയ്യുക? ഒന്നോ രണ്ടോ മനുഷ്യരല്ല, 10,000-കണക്കിന് പടയാളികളുണ്ട്. മരുഭൂമിയിൽ വെള്ളമില്ല എല്ലാവർക്കും കൂടെ കുടിക്കുവാനായി. അപ്പൊ കണക്കൂട്ടലുകൾ തെറ്റിക്കഴിഞ്ഞപ്പോൾ ദൈവത്തെ അന്വേഷിക്കുവാൻ കൊണ്ടിടയായി. അതുവരെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയി. ഇപ്പോൾ കയ്യിലുള്ളത് തീർന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിങ്കിലേക്ക് ആശ്രയം വെക്കുവാനായി തുടങ്ങി. ദൈവത്തിന്റെ പൈതലെ, യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കേണ്ട ഇവിധമല്ല. ആവശ്യങ്ങൾ വരുമ്പോൾ സഹായിപ്പാൻ ആരുമില്ല, അല്ലെങ്കിൽ ആവശ്യങ്ങളുടെ മുമ്പിൽ മറ്റു മാർഗമൊന്നുമില്ല എന്ന് കാണുമ്പോൾ ദൈവത്തെ സ്നേഹിക്കാനായിട്ട്, ദൈവത്തെ സേവിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടരുത്. ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, പിതാവാം ദൈവത്തെ സ്നേഹിക്കുന്ന, പുത്രനാം കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവൻ ദൈവത്തെ സ്നേഹിക്കുന്ന, തൃത്വമായിരിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ നമ്മുടെ ജീവിതത്തിൽ, മനുഷ്യകുലത്തിൽ അല്ലെങ്കിൽ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ചെയ്ത നന്മയോർത്ത് സ്നേഹിക്കണം. ഒന്ന്, അവൻ സ്വന്തം പുത്രനെ ആദരിയാതെ കൈവിട്ടു. 2, അവൻ സ്വന്തം ജീവനെ തന്നെ നമുക്ക് തരുവാൻ, പിതാവാൻ ദൈവം സ്വന്തം പുത്രനെ ആദരിയാതെ കൈവിട്ടു. നിങ്ങൾക്ക് വേണ്ടി, ഇതാ നിങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് സ്നേഹിക്കണം നമ്മൾ ദൈവത്തെ. സ്വന്തം ജീവനെ അവൻ തന്നു, അതിനോടുകൂടി സകലവും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് സ്നേഹിക്കണം ദൈവത്തെ. പലരുടെയും പ്രവൃത്തികൾ കാണുമ്പോൾ വളരെ വേദന നമുക്ക് തോന്നുവാൻ തക്കൊണ്ടിടയാകാറുണ്ട്. കാര്യം കാണുവാനായി ദൈവത്തെ അന്വേഷിക്കുക. ഒരിക്കലും യഥാർത്ഥത്തിൽ ഒരു ദൈവത്തിന്റെ പൈതൽ അങ്ങനെയല്ല. അവന്റെ ഉള്ളിൽ, അവളുടെ ഉള്ളിൽ ദൈവസ്നേഹത്തിന്റെ ഒരാഴമുണ്ട്. എന്നെ സ്നേഹിച്ച് എന്നെ വഴി നടത്തിയ, എന്നെ പരിപാലിച്ച് എന്റെ ഒന്നുമില്ലായ്മയിൽ എനിക്ക് സകലം തന്നു. ഈ സ്നേഹം എന്നും ഉണ്ടായിരിക്കണം ദൈവത്തോട് നമുക്ക്. ഇവിടെ പ്രവാചകനെ വരുത്തുകയാണ്. ദൈവകൃപയാൽ എലീശ പ്രവാചകനുണ്ട്. എലീശ പ്രവാചകനെ വരുത്തി, യഹോശാഫാത്ത് വരുത്തി. ദൈവഭക്തനായിരുന്നു. യഹോശാഫാത്തിനെ കുറിച്ച് ദൈവഭക്തനായിരുന്നു. യഹൂദ രാജാവായിരിക്കുന്ന യഹോശാഫാത്ത് ദൈവഭക്തനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ച് പ്രവാചകൻ എത്തിച്ചേരുവാൻ കൊണ്ടിവിടെയായി. പ്രവാചകൻ ഒരു കാര്യം പറയുന്നുണ്ട്: യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ മുഖം ആദരിച്ചത് കൊണ്ട് മാത്രം ഞാൻ വരികയാണ്. അല്ലാതെ ഇസ്രായേൽ രാജാവായിരിക്കുന്ന ആഹാബിന്റെ മകനെയോ അല്ലെങ്കിൽ ഏതോം രാജാവിന്റെയോ മുഖം ആദരിച്ചിട്ടല്ല വന്നിരിക്കുന്നത്. പക്ഷെ എവിടെ നോക്കിയാലും ഒരു ദൈവപ്രവൃത്തി എപ്പോഴും നമുക്ക് കാണാം. കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒന്ന് ദൈവകൃപ ഉള്ളതുകൊണ്ട്, അതുകൊണ്ടാണ് പല കുടുംബങ്ങളും ഇന്നും തകരാതെ മുന്നോട്ട് പോകുന്നത്. ദൈവകൃപയുള്ള ഒരാളെങ്കിലും ഒരു കുടുംബത്തിൽ കാണും. ദൈവകൃപയുള്ളവരുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ തകർച്ചയിൽ നിന്ന് ദൈവം അവനെ രക്ഷിക്കുമ്പോൾ നിന്നെയും എന്നെയും കൂട്ടത്തിൽ രക്ഷിക്കും. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ റോമിലെ യാത്രയിൽ മെലീത്ത ദ്വീപിൽ അവരെത്തപ്പെട്ടത് അങ്ങനെയാണ്. മന്ദമായി ഊതുന്ന തെക്കൻ കാറ്റ് കണ്ട് കപ്പലിൽ മുന്നോട്ട് പോകുവാനായി കപ്പൽ ഉടമസ്ഥനും ശതാധിപനും ഒക്കെ തീരുമാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനെ വിരോധമായി ഈശാന മുകളിൽ അടിച്ച് സകലതും തകർന്നു.
പക്ഷെ ദൈവകൃപയുള്ള ദൈവഭക്തൻ ആ കപ്പലിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവനോട് കൂടെ സകലത്തെയും ദൈവം എന്ത് ചെയ്ത് വിടുവിച്ചു. ദൈവം ഉള്ളതിന്റെ കൂടെ യാത്ര ചെയ്താൽ നീ എവിടെയായിരുന്നാലും, നീ പഠിക്കുന്നിടത്തായാലും, നീ ജോലി ചെയ്യുന്നിടത്തായാലും, നിന്റെ ഭവനത്തിലായാലും, നിന്റെ കൂട്ടെപ്പോഴും ദൈവകൃപയുള്ള ഒരു ദൈവ പൈതലിന്റെ കൂടെ ആയിരിക്കണം. ഒരു ദൈവദാസിയുടെ കൂടെ, ഒരു ദൈവത്തിന്റെ ദാസന്റെ കൂടെയോ, അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലിനോട് കൂടെ നിനക്കൊരു പക്ഷെ ഒരുപാട് പ്രാർത്ഥിക്കാൻ, വാചാലമായി പ്രാർത്ഥിക്കുവാൻ, അല്ലെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ, അല്ലെങ്കിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ ഒരു പക്ഷെ നിനക്കൊന്നും അറിയത്തില്ല. ആത്മാവിൽ പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കാനൊന്നും നിനക്കൊരു പക്ഷെ, നീ ഇതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ദൈവഭക്തരോട് കൂടെ ചേർന്ന് നീ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ കപ്പല് ഉടഞ്ഞു പോയാലും ആമീസുത്ര അവരെ ഓർത്ത് നിനക്കും രക്ഷയുണ്ട്. ഇത് തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. യഹോശാഫാത്തിനെ ഓർത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കുകയാണ്. വരണ്ടുണങ്ങി കിടക്കുന്ന മരുഭൂമിയിൽ നിന്നുണ്ട് പ്രവാചകന്റെ ധൈര്യം, അവന്റെ ഉള്ളിൽ കിടക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ഒരു ശക്തി അവിടെ പ്രകടമാക്കുന്നുണ്ട്. കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, മരുഭൂമിയിൽ അനേകം കുഴികൾ കുഴിക്കാന്ന് പറയും. ഒന്നോ രണ്ടോ കുഴികളൊന്നുമല്ല, അനേകം കുഴികൾ കുഴിക്കും. എന്നിട്ട് പറയുന്നു, നിങ്ങളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്ക കുടിച്ച് കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ദൈവത്തിന് പേരിൽ ആർക്ക് വിശ്വസിക്കാൻ കഴിയും? ദൈവം എത്രയോ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലെ. സ്തോത്രം. പലതും നമ്മൾ മറന്നു പോയിട്ടുണ്ട്, നടന്നിട്ടില്ല, പലതും മറന്നു പോയിട്ടുണ്ട്. പക്ഷെ ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ പേരിൽ നിന്റെ മാനുഷിക ബലഹീനത കൊണ്ട് നീ ഒരു പക്ഷേ ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ നിറവേറിയില്ല എന്ന് പറഞ്ഞ് നീ അതിനുവേണ്ടി പ്രാർത്ഥിക്കാതെ മറന്നു കളഞ്ഞാലും വാക്ക് പറഞ്ഞ ദൈവം ശക്തനാകട്ടോ. അതാണ് പറഞ്ഞത്, എന്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹത്വത്തിന് ധനത്തിനോടത്തോളം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്നാണ് ദൈവിക വാഗ്ദത്തം. നീ മറന്നു പോയിട്ടുണ്ടായിരിക്കും, പക്ഷെ നിന്നോട് വാഗ്ദത്തം ചെയ്ത നിന്റെ അപ്പൻ അത് മറന്നിട്ടില്ല കേട്ടോ. നീ ഒരു ദൈവത്തിന്റെ പൈതലാണെന്ന് നിനക്കൊരു ഉറപ്പുണ്ടെങ്കിൽ, പുത്രത്വത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിലുണ്ട്, നിനക്ക് ഒരു ഉറപ്പുണ്ട്. എന്റെ അപ്പനാണ് സ്വർഗത്തിലെ ദൈവം, അവനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മറന്നുപോയി, പക്ഷേ എന്റെ ദൈവം മറന്നില്ല. അങ്ങനെ ചില കാര്യങ്ങൾ ദൈവം ചില കുടുംബങ്ങളിൽ, ചില വ്യക്തികളിൽ ഈ ആണ്ടിന്റെ രണ്ടാം പകുതിയുടെ ആരംഭ സമയത്ത് ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പാട് തരുന്നത് കൊണ്ട്, എലീശ പ്രവാചകൻ വിളിച്ചു പറഞ്ഞതുകൊണ്ട്, കാറ്റില്ല മഴയില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കണ്ണം താഴ്വര വെള്ളം കൊണ്ട് നിറയെ. അതുകൊണ്ട് അനേകം കുഴികൾ കുഴിക്കുവേൻ. പ്രതീക്ഷ നഷ്ടപ്പെട്ടു നിൽക്കുന്ന, പ്രതിസന്ധിയിൽ നിൽക്കുന്ന, ഒന്നുമില്ലായ്മയിൽ നിൽക്കുന്ന, ആരും സഹായിപ്പാനില്ലാതെ വിലപിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി പറയുകയാണ്, നീ അനേക കുഴികൾ കുഴിക്കുക, നീയും നിനക്കുള്ളതും കുടിച്ച് തൃപ്തി വരത്തക്കവണ്ണം ഇതിലൊക്കെ നന്മ നിറയുവാൻ പോകുകയാണ്. അതേ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ചില കുടുംബങ്ങളോട്, ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആണ്ടിന്റെ രണ്ടാം പകുതിയുടെ ആരംഭ സമയങ്ങളിൽ തന്നെ നീ മറന്നുപോയത്, അപ്പൻ നിന്നോട് വാഗ്ദത്തം ചെയ്തത് സമയത്ത് നടന്ന്, നിന്റെ സമയത്ത് നടന്നില്ല. അതുകൊണ്ട് നീ മറന്നു കളഞ്ഞ ചിലതിന് ഈ ദിവസങ്ങളിൽ ദൈവം അതിന് നിവർത്തീകരണം നിന്റെ ജീവിതത്തിന്റെ കുടുംബത്തിൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നൽകി തരുമെന്ന് എലീശ പ്രവാചകനിൽ കൂടി വെളിപ്പെട്ട ആത്മാവ് തന്നെ ഈ പ്രഭാതത്തിൽ നിന്നോട് പറയുന്നു. അതേ ദൈവ പൈതൽ, അതേ മകളെ, അതേ മകനെ, നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. നമുക്കതിനായി പ്രാർത്ഥിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവവചനങ്ങൾ